ചർച്ച നടത്തിക്കൊണ്ട് ഈ പാർട്ടിയിലേക്ക് ആളുകൾ കൂടുതൽ അടുത്തു വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പരാമർശം നടത്തിയ പ്രാദേശിക നേതാവ്, മൂത്രമൊഴിച്ചാൽ ഒലിച്ചു പോകുമെന്ന് പറഞ്ഞ പ്രാദേശിക നേതാവ് ഒരുപക്ഷെ താനൂരിലെ ലീഗുകാരുടെ മൂത്രമൊഴിക്കലിൽ ഒലിച്ചുപോയ വ്യക്തിയായിരിക്കാം. അയാൾ കുറച്ചു മുമ്പ് ഇന്ത്യൻ നാഷണൽ ലീഗ് നേതാവായിരുന്നു. ആ ഇന്ത്യൻ നാഷണൽ അങ്ങനെയുണ്ട്. താനൂർ ലീഗിന് ഒരു പ്രത്യേകതയെ കുറിച്ച് മുമ്പൊക്കെ ഞാൻ ലീഗിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് കേട്ടിട്ടുണ്ട്. താനൂരിലെ ലീഗ് ഒരു പ്രത്യേക ലീഗാണ്. അന്ന് ഒരുപക്ഷെ താനൂർ പഞ്ചായത്ത് പരിധിയിലെ ലീഗിനെതിരെ വരുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ നിങ്ങൾ കണ്ണുരുട്ടി ഭയപ്പെടുത്തി അല്ലെങ്കിൽ മസിൽ പവർ കാണിച്ച് ഭീരുക്കളാക്കിയതുപോലെ ദയവ് ചെയ്ത് ഞങ്ങൾ അത്തരം ഗണത്തിൽ നിങ്ങൾ പെടുത്തരുത് എന്ന് വിനയപൂർവ്വം അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്തരം ഒരു അനുഭവം INL ഒരു പക്ഷേ താനൂർ പഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം, PDPക്ക് ഉണ്ടായിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ മറ്റുള്ള ഇവർ പറയാറുണ്ടല്ലോ ലീഗിനെതിരെ വന്ന പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇന്ന് മീസാങ്കല്ലുകളായി മാറിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ചില ലീഗുകാരുണ്ട്. അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലോ പ്രാദേശിക രാഷ്ട്രീയത്തിലോ മീസാങ്കല്ലാകാൻ വേണ്ടി വന്നവരല്ല സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകന്മാരെന്ന് പറയാനായിട്ട് ഇത് വളരെ അഭിമാനത്തോടു കൂടി പറയുകയാണ്. ഈ പാർട്ടി 3 വർഷമേ പ്രായമായിട്ടുള്ളൂ. 3 വർഷം കൊണ്ട് ഇന്ത്യ രാജ്യത്തിലെ വലിയൊരു ജനവിഭാഗത്തെ ഇതിന് കീഴിൽ അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു ഇന്ത്യ എന്ന സങ്കല്പത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള പ്രയാണം ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതിലേക്ക് ആളുകൾ കൂടുതൽ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിലേക്ക് ആളുകൾ കടന്നു വരുന്നതിനെയാണ് ഇവിടുത്തെ മുസ്ലിം ലീഗ് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ പൊതു മുസ്ലിം സമൂഹമല്ല. ലീഗ് എന്ന് പറയുന്നത് ചില പ്രമാണിമാരായ ചില ആളുകളുണ്ട് ലീഗിലെ. ആ പ്രമാണി വർഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് മുസ്ലിം ലീഗ് അധികാരത്തിൽ വരുന്നതും അധികാരം ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നത്. ആ അധികാരം ഉപയോഗപ്പെടുത്തിയിട്ട് ഈ പ്രമാണി വർഗത്തിന് ദോഷകരമായ ഒന്നും തന്നെ പാർട്ടി മുസ്ലിം ലീഗ് സ്വീകരിക്കുകയും ഇന്ന് ലീഗ് നേതാക്കന്മാരോട് പറയാനുള്ളത് ഓലപ്പാമ്പ് കണ്ടു പേടിക്കുന്നവരല്ല ഞങ്ങൾ. സൂര്യപ്രകാശത്തെ നിങ്ങൾക്ക് ഒരു മുറം കൊണ്ട് മറക്കാൻ കഴിയുമോ? സൂര്യപ്രകാശത്തിന്റെ പ്രകാശരശ്മികളെ നിങ്ങളുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഒരു മുറം കൊണ്ട് മറച്ച് കളയാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ലീഗുകാരുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നു, ഇന്ത്യ രാജ്യത്ത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഈ പ്രകാശഗോപുരത്തിൽ നിന്നും പുറത്തു വരുന്ന പ്രകാശത്തെ നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ കഴിയും. അതല്ല, സൂര്യപ്രകാശത്തെ മുറം കൊണ്ട് മറക്കാൻ കഴിയില്ല എന്ന് ലീഗുകാർ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ്. ഇത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. എന്തൊക്കെയാ ഇവർ പറയുന്നത്? നേരത്തെ ഇവിടെ പറഞ്ഞു, ഒരു പ്രദേശത്തെ നമുക്കറിയാം അധാർമിക പ്രവർത്തനങ്ങൾ പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മദ്യപാനികൾ വർദ്ധിച്ചു വരുന്നു നമ്മുടെ നാട്ടിൽ. അതുപോലെ തന്നെ മറ്റു അശ്ലീല പ്രവർത്തനങ്ങളുടെ പ്രവണത കൂടിക്കൊണ്ടിരിക്കുന്നു. ടെക്നോളജി പുരോഗമിച്ചപ്പോൾ അതിന് നമ്മുടെ നാട്ടിലും അതിൻ്റെതായ ചില അലയൊലികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് നാട്ടിൽ നിന്ന് എവിടെന്നോ ചില മദ്യക്കുപ്പികൾ കിട്ടിയപ്പോൾ ആ മദ്യക്കുപ്പിയുടെ പശ്ചാത്തലം വിവരിച്ചുകൊണ്ട് ചില വാർത്തകൾ ഉണ്ടാക്കുകയാണ്. ഈ പ്രദേശം മുഴുവനും മദ്യപാനികളുടെയും അധാർമിക പ്രവർത്തകന്മാരുടെയും കേന്ദ്രമായി മാറിയിരിക്കുന്നു എന്നും. ഈ കേന്ദ്രം എന്ന് പറയുമ്പോൾ SDPIക്കാർ മാത്രമല്ല, ഇവിടെ നമുക്കറിയാം മുസ്ലിം ലീഗുകാരുണ്ട്. പാരമ്പര്യമായി മുസ്ലിം ലീഗിന് വോട്ട് ചെയ്തു വരുന്നവരുണ്ട്. പള്ളി നിസ്കാരപ്പായയിലിരുന്നു കൊണ്ട് മുസ്ലിം ലീഗിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അഞ്ചോത്ത് പ്രാർത്ഥിക്കുന്ന ഉമ്മമാരുള്ള പ്രദേശമാണ് ഈ പ്രദേശം. ഇവിടുത്തെ ആളുകളൊക്കെ അധാർമിക പ്രവർത്തനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുണ്ടാക്കുന്നതാണ്. ആ പ്രയാസമുണ്ടാക്കുന്ന പദപ്രയോഗം നിങ്ങൾക്കറിയാം. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഈ എളാപ്പപ്പടിയിലേക്ക് ഒരു കല്യാണാലോചന വരുമ്പോൾ ചന്ദ്രിക വായിച്ചിട്ടുള്ള ഒരു രക്ഷിതാവ് ഒരു മകളെ കെട്ടിച്ചു കൊടുക്കാൻ തയ്യാറാവില്ല. ഇത് മകളെ കെട്ടിക്കുന്ന SDPIക്കാർക്ക് മാത്രമല്ല ഈ കല്യാണം നടക്കുന്നത്. ഇവിടുത്തെ ലീഗുകാരും മുഴുവനും വേറെ എന്തെങ്കിലും ഏർപ്പാട് നടത്തിയിട്ടാണോ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അല്ലല്ലോ. കല്യാണം ആലോചിക്കുമ്പോൾ ഈ പരിസരത്തുള്ള ആളുകൾ ഇവിടുത്തെ ആളുകളുമായിട്ട് കല്യാണ ബന്ധത്തിന് ഒരിക്കലും തയ്യാറാവില്ല. കാരണം എന്താ? ഇവിടെ മദ്യപാനികളാണ്, ഇവിടുത്തെ ആളുകൾ മുഴുവൻ അശ്ലീല സിനിമ കാണുന്നവരാണ്, CD കാണുന്നവരാണ് എന്ന ഒരു ധാരണ കേവലം ഈ പ്രദേശത്ത് മാത്രമല്ല. മുസ്ലിം ലീഗിന്റെ ചന്ദ്രിക പത്രത്തിലൂടെ ഈ പ്രാദേശിക ലേഖകൻ എഴുതിവിട്ടത് മലപ്പുറം ജില്ലയിലെ എല്ലാ മുക്കുമൂലകളിലും
ലീഗുകാരുടെ ഭാഷയിൽ മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന പത്രം ഏതാണെന്ന് വെച്ചാൽ ചന്ദ്രികയാണെന്ന് അവർ പറയാം. ആയിക്കോട്ടെ, നിങ്ങളുടെ ഭാഷ തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കുന്നു. ചന്ദ്രിക ഏറ്റവും കൂടുതൽ വായിക്കുന്ന ജില്ലയിൽ നിന്ന് ഒരാൾ പോലും തയ്യാറാവില്ല. ഒരുപക്ഷെ ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ വാർഡ് മെമ്പറോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ വാർഡ് പ്രസിഡന്റോ ആയിട്ടുള്ളവരുടെ വീട്ടിലേക്ക് പോലും അപ്പുറത്തെ മറ്റു നാട്ടിലെ കുട്ടികൾ കല്യാണത്തിന്, നാട്ടിലെ കുടുംബങ്ങൾ കല്യാണത്തിന് തയ്യാറാവില്ല. ഈ അപകടം മനസ്സിലാക്കിയ നാട്ടിലെ ചില ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാരുടെ സംഘത്തിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ SDPക്കാരൻ അല്ല, അതിൽ ലീഗുകാരുണ്ട്, മുസ്ലിം ലീഗ് അല്ലാത്തവരുണ്ട്, എല്ലാവരും കൂടി ചേർന്ന് പ്രാദേശിക ലേഖനെ കണ്ടൊന്ന് ചോദിക്കുന്നത് പോലും അസഹിഷ്ണുതയോടുകൂടി കാണുന്ന ഒരു പത്രപ്രവർത്തകൻ. ആ പത്രപ്രവർത്തകന് തട്ടിക്കേറിയത്രേ, അതും കൊടുക്കും അതിലപ്പുറം കൊടുക്കുമെന്ന് അല്ലേ. പണ്ടൊരു എന്തോ ഒരു ചോദ്യ പേപ്പർ ഉണ്ടാക്കിയപ്പോൾ CPM-ന്റെ പിന്തുണയോടുകൂടി നാട്ടിൽ അയാൾ പറഞ്ഞത്രേ പത്രമാധ്യമങ്ങളെ കുറിച്ചിട്ട്, ഇന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യ ഞാൻ എഴുതും അല്ലേ. തൊടുപുഴയിലൊരു മാഷ് കേട്ടില്ലേ, തൊടുപുഴയിലെ മാഷൊരു പ്രവാചകനെ നിന്ദിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയപ്പോ പ്രതിഷേധം ശക്തിപ്പെട്ടു വരുന്നു എന്ന് കണ്ടപ്പോ അയാളോട് പത്രക്കാർ ചോദിച്ചു, അല്ല മാഷ്, ഇങ്ങനെ നിങ്ങളെ എഴുതിയതിനെ കുറിച്ച് പ്രതിഷേധം രൂപപ്പെട്ടു വരുന്നു, എന്താണ് നിങ്ങൾക്ക് പ്രതികരിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോ എന്റെ അടുത്ത് ഒരു തെറ്റ് പറ്റിയതാണ്, അബദ്ധം പറ്റിയതാണ് എന്ന് പറയുന്നതിന് പകരം ആ മാഷ് എന്താ പറഞ്ഞത്, ഇന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഞാൻ എഴുതുന്നു. ഒരു പ്രദേശത്തെ നാട്ടിലെ ജനങ്ങളെ മുഴുവനും മൊത്തത്തിൽ മ്ലേച്ഛമാക്കി ചിത്രീകരിക്കുന്ന വാർത്ത കൊടുക്കുക, എന്നിട്ട് വാർത്ത കൊടുത്തതിലെ അനൗചിതത്വത്തെ ചോദ്യം ചെയ്ത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ചെന്ന ആ നാട്ടിലെ ചെറുപ്പക്കാരോട് ഞാൻ ഇനിയും കൊടുക്കും എന്ന് പറയുമ്പോ ആ പോയ കൂട്ടത്തിൽ SDPക്കാരൻ ഇല്ലാത്തത് നന്നായി എന്നാണ് എനിക്ക് ആ മോഡിയോട് പറയാനുള്ളത്. ഉണ്ടായിരുന്നെങ്കിൽ അതിൽ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ സജീവമായിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ വല്ല അനിഷ്ട സംഭവങ്ങളും വല്ലതും ഉണ്ടായിരുന്നു. പക്ഷെ ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞത്. ഇത് വർത്താനം ഉണ്ടായി കഴിഞ്ഞു. എന്നിട്ട് ലീഗർ എന്താ ചെയ്തത്, ലീഗർ കള്ളക്കേസ് ഉണ്ടാക്കി. അബ്ദുൾ റബ്ബുണ്ട് എന്നാ പറഞ്ഞത്. എന്ത് കൂട്ടരെ, ഞങ്ങൾക്ക് റബ്ബുണ്ടാവുമ്പോ അബ്ദുൾ റബ്ബുണ്ട്. അതിന് മാത്രമേ ഞങ്ങൾക്ക് ശ്രമിച്ചുള്ളൂ. കേന്ദ്രത്തിൽ ഞങ്ങൾക്ക് ഭരണമില്ല, കേരളത്തിൽ ഞങ്ങൾക്ക് ഭരണമില്ല, ഒരു പഞ്ചായത്ത് പോലും ഞങ്ങൾ ഭരിക്കുന്നില്ല. ഞങ്ങളിവിടെ ഇങ്ങനെ ഒരു ചെറിയ പാർട്ടിയായിട്ട് ഇങ്ങനെ ഇന്ത്യയുടെ പല ഗ്രാമങ്ങളിലും ഇങ്ങനെ വളർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഭരണം പോലീസൊന്നും, ഇവർ പോയിട്ട് പോലീസ് സ്റ്റേഷൻ എത്രാമാൻ കണ്ടെത്താൻ വിളിച്ചുകൊണ്ടേയിരിക്കുക. അവരതാക്കണം ഇതാക്കണം, ഇത്രാമത്ര വകുപ്പിടണം. വക്കീലന്മാരുടെ കൂട്ടായ്മ അവർ യോഗം ചെയ്യുകയാണ്. അവരുടെ വക്കീലന്മാരുടെ ഇൽമ എത്രയെന്ന് ഞങ്ങൾക്കറിയാം. അതിനെക്കാട്ടി അവരുടെ ലീഗൽ കൈകാര്യം ചെയ്യുന്ന വക്കീലിന്റെ ഇൽമ ഞങ്ങളുടെ പ്രാദേശിക ബ്രാഞ്ച് പ്രവർത്തകരുണ്ടാകും. ഇവര് എന്താണ് മനസ്സിൽ ചിന്തിക്കാൻ പോകുന്നത് ഞങ്ങൾ മാനത്ത് കണ്ടു. അറസ്റ്റ് ചെയ്യും, ഇവർ വലിയ ഗോത്ര വീടുകളിൽ കയറി പോലീസ് വരുന്നു, പട്ടാളം വരുന്നു, ആകെ പ്രശ്നവും അല്ലേ. പോലീസ് വരട്ടെ, ഇതെന്താ പ്രശ്നം? ഞങ്ങൾ ഇത്രയും കാലം രാജ്യത്ത് വ്യവസ്ഥയ്ക്ക് അംഗീകരിച്ചുകൊണ്ട് പോലീസിനെയൊക്കെ കണ്ട് കോടതിയൊക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആരെ പോലീസിനെ പറഞ്ഞു പഠിപ്പിക്കുന്നത്? ഞങ്ങളെ കുറിച്ച് NIA അന്വേഷിക്കുന്നുണ്ട്. അത് എന്നെ വാപ്പ വന്ന് അന്വേഷിച്ച് പ്രശ്നം. പോലീസും പട്ടാളും അതിന്റെ അപ്പുറം ഇപ്പുറം ഒക്കെ മനസ്സിലാക്കി പഠിച്ച് കൃത്യമായി കാൽ ഉറപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഓരോ കാലും മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് പോലീസും പട്ടാളം പറഞ്ഞിട്ട് ഒരു രാജ്യത്ത് ഒരു ജനാധിപത്യ ബോധത്തിലുള്ള ഒരു സമൂഹത്തിന്റെ മുമ്പിൽ ഇവർ കാണിക്കുന്ന തിന്മയെ ചോദ്യം ചെയ്യാൻ പറ്റാത്ത വിധം ചോദ്യം ചെയ്യാൻ പാടില്ല. അത് പറഞ്ഞാൽ നിങ്ങൾ മരിച്ചുപോയ മഹാരഥന്മാരെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. ലീഗിന്റെ ഇപ്പോഴത്തെ നേതാക്കന്മാർ കാട്ടുന്ന എന്തെങ്കിലും വൃത്തികേടുകൾ നമ്മൾ പറഞ്ഞാൽ അവർ ഉടനെ പറയും മരിച്ചുപോയ നേതാക്കന്മാരുണ്ടാക്കിയ പാർട്ടിയാണ്. ആർക്കും അഭിപ്രായ വ്യത്യാസം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ലീഗ് ഉണ്ടാക്കിയിട്ടുള്ളത് മഹാന്മാരായ നേതാക്കന്മാരാണ്. പക്ഷെ ഇപ്പോഴത്തെ ലീഗിന്റെ കയ്യിലിരിക്കും മോശമെന്ന് ഞങ്ങൾ പറയുന്നത്. ലീഗ് ഉണ്ടാക്കിയ ആൾക്കാർക്ക് ഞങ്ങൾ മോശം എന്ന് പറയുന്നില്ല. എന്നിട്ട് ഞങ്ങളുടെ കള്ളക്കേസ് ഉണ്ടാക്കി, എന്നിട്ട് പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു, റിമാൻഡ് ചെയ്യിപ്പിക്കണം. എന്തൊക്കെ ഒരുപാട് നാടകങ്ങൾ കളിച്ചു. ഏതായിരുന്നാലും എല്ലാ നാടകത്തിലും കളിച്ച് ജയിച്ചത് ഞങ്ങളാണ് എന്ന ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടിയാണ് ഈ പൊതുയോഗത്തിൽ നിങ്ങളെ ഞാൻ അഭിസംബോധന ചെയ്യുന്നത്. ഓരോ സ്റ്റെപ്പിലും വളരെ കൃത്യമായി നമ്മുടെ പ്രവർത്തകന്മാർ കാണിച്ച ആവേശോജ്വലമായ ഇടപെടലുകൾ ഈ പാർട്ടിക്ക് ഇവിടെ അല്പസ്വല്പം ഒരു തുറവി കിട്ടി എന്നുള്ളതാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തിയുള്ള ഒരു കാര്യം. പിന്നെ എന്തൊക്കെയാ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഞങ്ങളെപ്പറ്റി പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, എന്താ ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്തത്? ഇവിടുത്തെ ജനങ്ങൾ ലീഗുകാരോട് ചെയ്ത തെറ്റെന്താ ഞങ്ങൾ ചെയ്തത്? മുസ്ലിം ലീഗ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ചെയ്യാതെ വന്നപ്പോ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ദേശീയാടിസ്ഥാനത്തിൽ ഒരു പാർട്ടിക്ക് രൂപം കൊടുത്ത് മുന്നോട്ട് പോയി എന്നതുകൊണ്ട് നിങ്ങൾക്ക് ഓർമ്മയില്ല. ക്ലസ്റ്റർ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലസ്റ്റർ സമരം നടത്തുമ്പോൾ ജനാധിപത്യ രീതിയിൽ സമരം ചെയ്യാൻ ലീഗുകാർക്ക് അറിയില്ലല്ലോ.
അവരെന്ത് ചെയ്തു? നേരത്തെ മോരി പറഞ്ഞ ഈ പ്രദേശത്തൊക്കെ ഇങ്ങനെ അതിന്റെ കാട്ടായി അടിച്ചിറക്കുന്ന ആൾക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് തോന്നുന്നത് ഒരു അധ്യാപകൻ എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ യൂണിയനിൽ പെട്ടിട്ടുള്ള ഒരു അധ്യാപകനെ KM ഷാജിയുടെ പ്രത്യേക പരിശീലനം കൊടുത്തിട്ടുള്ള ഗുണ്ടയുടെ ഒരു ചവിട്ടേറ്റ് അദ്ദേഹം പറഞ്ഞു മരിച്ചു നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ സമയത്ത് ക്ലസ്റ്റർ വിരുദ്ധ സമരം. അതേപോലെ നമ്മുടെ ഈ പ്രദേശത്തെ താനൂരിലുള്ള ലീഗിന്റെ ചില ഗുണ്ടകളെ ഇറക്കിയിട്ട് ഇവിടെ ഭീകരമായ അന്തരീക്ഷം. കൊടിമരം തകർത്തു. അതൊക്കെ സാധാരണ ഉണ്ടാകുന്ന ഒരു പ്രശ്നം. കൊടിമരം ആദ്യങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ തകർക്കപ്പെടാറുണ്ട്. നാട്ടിൽ ചിലപ്പോൾ പാർട്ടി പ്രവർത്തകരെ കുറിച്ച് ചിലപ്പോൾ ചോദ്യം ചെയ്യാറുണ്ട്, ആണ്ടുകൊണ്ട് ചിലപ്പോൾ ചില അടിപിടിയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഉമ്മമാരെ കുറിച്ച് ചീത്ത അറിയാം. ഇത് ലീഗിന് എവിടുന്ന് കിട്ടിയതാണ്? മുസ്ലിം ലീഗിന് വോട്ട് ചെയ്തു വരുന്ന, പാരമ്പര്യമായി വോട്ട് ചെയ്തു വരുന്ന ഉമ്മാന്റെയും പെങ്ങളുടെയും മുന്നിൽ വെച്ച് ആ വീട്ടുകാരെ അസഭ്യം വിളിച്ച സംസ്കാരശൂന്യമായ വർത്തമാനം. ലീഗുകാർ എന്തൊക്കെയാ പറഞ്ഞത്? വളരെ മോശം. ആ വാക്കൊന്ന് പൊതുയോഗത്തിൽ പ്രയോഗിച്ച മഹാമോശം നമുക്ക് പറയാൻ കഴിയില്ല. അത്രയും മോശമായ പദപ്രയോഗങ്ങൾ ലീഗിന്റെ കോടി ചിഹ്നത്തിന് വോട്ട് ചെയ്ത് വരുന്ന വീട്ടിൽ പോയിട്ട് ഈ ആളുകൾ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് SDPക്കാരോ SDPഐയുടെ ഒപ്പം നിൽക്കുന്നവരെയോ മാത്രമല്ല, ഈ നാട്ടിലെ പാവപ്പെട്ട ഉമ്മ സഹോദരിമാരുടെ മുമ്പിൽ പോയി മാന്യതയ്ക്ക് നിരക്കാത്ത പദപ്രയോഗങ്ങൾ നടത്തിയെങ്കിൽ ഞാൻ പറയട്ടെ, സംഭവം മോശമാണെന്ന് അവരോട് പറയുന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് എന്റെ മനസ്സിലുള്ളത് പറഞ്ഞത് നന്നായി. ഇനി നാളെ അവരെ വോട്ട് നമുക്ക് കിട്ടുമല്ലോ. 4 ലീഗുകാരെ അങ്ങനെ ഇവിടെ കയറൂരി വിടി. നിങ്ങൾ 4 ലീഗുകാരെ കയറൂരി വിട്ടാൽ ഈ പാർട്ടി വളരെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വേഗതയിൽ വളർന്നു വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ പോലീസും പട്ടാളെന്ന് പറഞ്ഞ് ഉമ്മാരെ പേടിപ്പിക്കണ്ട. ഞങ്ങളുടെ ഉമ്മാരാരാന്ന് പറയും. നിങ്ങൾ പണ്ട് ബ്രിട്ടീഷിനെതിരെ ശക്തമായ വിപ്ലവം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിമാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അലി സഹോദരന്മാർ. ആ അലി സഹോദരന്മാരുടെ മാതാവ് അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, പോലീസും പട്ടാളൊക്കെ പറഞ്ഞിട്ട് അന്നത്തെ ഭരണകൂടം അവരെ ഭയപ്പെടുത്തിയപ്പോ മുഹമ്മദ് അലിയെയും ഷൗക്കത്ത് അലിയെയും വിളിച്ചുകൊണ്ട് തലോടിക്കൊണ്ട് ആ ഉമ്മ പറഞ്ഞത്, ന്യായത്തിനും നീതിക്കും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും വേണ്ടി പൊരുതാൻ നീ പോ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നീ തടഞ്ഞുകൂടി ഉറങ്ങിക്കിടക്കുന്നവനാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് വിപ്ലവ രംഗത്തേക്ക്, സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലേക്ക് അവരെ കൈപിടിച്ച് ആശീർവദിച്ചു വിട്ടെങ്കിൽ പോലീസിനെയും പട്ടാളത്തെയും ഭരണകൂടത്തെയും കണ്ട് അല്ലെങ്കിൽ അവരെ കാണിച്ച് ഭയപ്പെടുത്തിയത് കൊണ്ട് അവർ പറയുന്നത് SDPക്കാരാണ്. അധികാരമില്ലാത്ത ഈ ചെറിയ പാർട്ടിയെ ശത്രുവായി അവർ പ്രഖ്യാപിക്കുന്നു. ഈ പാർട്ടി വളരാൻ അനുവദിക്കില്ല, തകർത്തും നശിപ്പിക്കും എന്നാണ് അവർ പറയുന്നത്. എന്നാൽ RSSനെ കുറിച്ച് BJPയെ കുറിച്ചോ നല്ല മതിപ്പാണ് അവർക്ക്. യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഞങ്ങൾ പറയട്ടെ, CPMനോടും ഞങ്ങൾക്ക് രാഷ്ട്രീയമായ ശത്രുതയില്ല. മതേതര പാർട്ടികളോട് ഞങ്ങൾക്ക് രാഷ്ട്രീയ ശത്രുതയില്ല. അവരോടൊക്കെ ഞങ്ങൾക്ക് രാഷ്ട്രീയ എതിർപ്പേയുണ്ട്. ലീഗിന്റെ നയത്തോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. മറ്റ് പാർട്ടി അതുപോലെ CPMന്റെ നയത്തോട് ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെതിരെ ദുഷ്പ്രചരണം നടത്തും. ഞാൻ ചോദിക്കട്ടെ, 3 വർഷം ഞങ്ങളായി. 3 വർഷം കൊണ്ട് പാർട്ടി നേടിയ പുരോഗതിയെക്കുറിച്ച്, നേട്ടത്തെക്കുറിച്ച് ഇവിടെ പറയുകയില്ല. വമ്പിച്ച പുരോഗതിയാണ് രാഷ്ട്രീയ രംഗത്ത് ഈ പാർട്ടി കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു പ്രധാന കാരണം ദേശീയമായി ശ്രദ്ധിക്കപ്പെടുന്ന ഒരുപാട് ഇടപെടലുകൾ ഈ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ്. ഇന്ത്യ രാജ്യത്ത് നമുക്കറിയാം, പല ആളുകളും ഞങ്ങളോട് ചോദിച്ചത്, മുസ്ലിം ലീഗുകാർ ചോദിച്ചത്, ഇവിടെ പറഞ്ഞു അത്ര മുസ്ലിം ലീഗുകാരൻ നിങ്ങൾക്ക് ആസാമുക്ക് പോയിക്കൂടെ, ഞങ്ങളുണ്ടല്ലോ ഇവിടെയാണ്. മുസ്ലിം ലീഗ് ഇവിടെയുണ്ട്, പിന്നെ എന്തിനാ നിങ്ങൾ വെറുതെ ഇവിടുത്തെ ആളുകൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാൻ പുതിയൊരു പാർട്ടി ഉണ്ടാക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം ലീഗിനെ ഈ നാട്ടിലെ പൊതുസമൂഹം ഏൽപ്പിക്കുന്ന വിശ്വാസതയുണ്ട്. ആ വിശ്വാസതയ്ക്കനുസരിച്ച് മുസ്ലിം ലീഗിന് വളർന്നു വരാൻ കഴിയുന്നുണ്ടോ? മുസ്ലിം ലീഗിന് ഇടപെടാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ നിഷ്പക്ഷമായ എന്തിനാ ലീഗ് ഉണ്ടാക്കിയത്? മുസ്ലിം ലീഗിന്റെ സഹോദരന്മാർ കേൾക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പറയുന്നത്. എന്തിനാ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത്? 1948 മാർച്ച് മാസം 10-ാം തീയതി മദ്രാസിലെ രാജാജി ഹാളിൽ വെച്ചുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒന്നിനായ കായിക മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് രൂപം കൊടുക്കുമ്പോൾ ആ മഹാനായ മനുഷ്യന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന് സുരക്ഷിതത്വ ബോധമുണ്ടാക്കണമെന്നുള്ളത്. ഇന്ത്യയിലെ മുസ്ലിം സമൂഹം സുരക്ഷിതത്വ ബോധത്തോടുകൂടി ജീവിക്കണമെന്ന്. 1948 പ്രത്യേകത എല്ലാവർക്കും അറിയാം. ദൗർഭാഗ്യകരമായ വിഭജനം ഇന്ത്യ രാജ്യത്ത് നടന്നു. ഇന്ത്യ 1947 ഓഗസ്റ്റ് 15-ാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് കുതന്ത്രത്തിന്റെ ഭാഗമായി ഇന്ത്യയെ പിളർത്തിക്കൊണ്ടാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം തന്നത്. ആ പിളർത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള വിവാദങ്ങളിൽ ഇന്ത്യയിലെ മുസ്ലിംകളെ പ്രതിസ്ഥാനത്ത് നിർത്തി. നമുക്കറിയാം, വിഭജനത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഇന്ത്യയിലെ മുസ്ലിംകളുടെ പെരടിയിൽ വെച്ച് കെട്ടിക്കൊണ്ട് ഇവിടുത്തെ മതേതരവാദികളും ഹിന്ദുത്വ ശക്തികളും ഒരേ ശബ്ദത്തിൽ പറഞ്ഞു, മുസ്ലിംകൾ
മുസ്ലിംകളാണ് വിഭജനവാദികളെന്ന്, മുസ്ലിംകളെ വിഭജനവാദികളാക്കി ചിത്രീകരിച്ചുകൊണ്ട് പാകിസ്ഥാനിലേക്ക് പോകാൻ നമ്മുടെ ആട്ടിയോടിക്കുകയായിരുന്നു. ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ മനുഷ്യ മക്കളുടെ സമന്തങ്ങൾ കുമിഞ്ഞുകൂടിക്കൊണ്ടിരുന്നു. ഒരുപാട് മയ്യിത്തുകൾ അവിടെ കുമിഞ്ഞുകൂടിക്കൊണ്ടിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ രാജ്യത്തില് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വന്യനായ ഖായിദ മില്ലത്ത് രൂപം കൊടുക്കുമ്പോൾ ഖായിദ മില്ലത്ത് ഒരു കൺവെൻഷൻ വിളിച്ചു മദ്രാസിലെ രാജാജി ഹാളിലേക്ക്. ആ ഹാളിൽ വെച്ചുകൊണ്ട് ഖായിദ മില്ലത്ത് തന്റെ മനസ്സിലെ താല്പര്യം മുന്നോട്ട് വെച്ചപ്പോ അവിടെ കൂടിയ ആളുകൾ ഭൂരിപക്ഷം മുസ്ലിം നേതാക്കന്മാരും പറഞ്ഞു, അബദ്ധമാണ് താങ്കൾ പറയുന്നത്, ഖായിദ മില്ലത്ത് അബദ്ധമാണ് പറയുന്നത്. അങ്ങനെ നമുക്കൊരു രാഷ്ട്രീയ പാർട്ടി വേണ്ട. അങ്ങനെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഗുണത്തിലേറെ ദോഷമായിരിക്കും. നമുക്ക് നല്ലത് ഇന്ത്യയിലെ കോൺഗ്രസ് എന്ന മതേതര പാർട്ടിയോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് വന്യനായ ഖായിദ മില്ലത്തിനോട് അവിടുത്തെ മുസ്ലിം നേതാക്കന്മാർ ഭൂരിപക്ഷമുണ്ട്. പക്ഷെ ഖായിദ മില്ലത്ത് ഒരു കാലഘട്ടത്തിന്റെ കൂത്തുവും വലിയുമായിരുന്ന മർഹൂം ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ ദീർഘവീക്ഷണത്തോടുകൂടി മുന്നിൽ കണ്ടു ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ദുരന്തത്തെ. അദ്ദേഹം പറഞ്ഞു, ഞാൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഉണ്ടാക്കുന്നു. ധീരമായി പ്രഖ്യാപിച്ചു. വളരെ കുറച്ച് നേതാക്കന്മാരുടെ പിന്തുണ മാത്രമാണ് മുസ്ലിം ലീഗിന് കിട്ടിയത്. ഖായിദ മില്ലത്തിനൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ചില സംസ്ഥാനങ്ങളിലൊക്കെ ലീഗിന് സ്വാധീനമുണ്ടാക്കാൻ സാധിച്ചു. പശ്ചിമ ബംഗാളിൽ മുസ്ലിം ലീഗിന് കാര്യമായ സ്വാധീനമുണ്ടായിരുന്നു. തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും മുസ്ലിം ലീഗിന് കാര്യമായ സ്വാധീനമുണ്ടായിരുന്നു. കേരളമാണ് മുസ്ലിം ലീഗിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച പ്രദേശം. മലബാറിലെ മുസ്ലിംകൾക്ക് അന്ന് ആത്മീയമായി നേതൃത്വം നൽകിയിരുന്നത് കായികവും സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങളും പാണക്കാട് PMS പൂക്കോയ തങ്ങളെ പോലെയുള്ള KM മൗലവിയെ പോലെയുള്ള വന്യരായ നേതാക്കന്മാരായിരുന്നു. ആ വന്യരായ നേതാക്കന്മാർ ഖായിദ മില്ലത്തിന്റെ രാഷ്ട്രീയ വീക്ഷണത്തെ കേട്ടപ്പോ അതിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു എന്ന് മാത്രമല്ല, ആ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി മലബാറിന്റെ മണ്ണിൽ ഭദ്രമായ ശക്തമായ ഒരു കോട്ടയെ പോലെ വളർന്നു. വളരെ ശക്തമായ ഒരു കോട്ടയായി മുസ്ലിം ലീഗിന് ആർക്കും ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത ഒരു പ്രസ്ഥാനമായി മുസ്ലിം ലീഗിന്. അങ്ങനെയുള്ള മുസ്ലിം ലീഗ്, ഞാനിത് പറഞ്ഞത് 92 വരെ. ഈ ശബ്ദം ശ്രവിക്കുന്ന മുസ്ലിം ലീഗിന്റെ സഹോദരാജ്യങ്ങൾ ആത്മാർത്ഥമായി മനസ്സിലാക്കണം, മുസ്ലിം ലീഗിന് രണ്ട് ചരിത്രഘട്ടമുണ്ട്. ഒന്ന് 1948 മാർച്ച് മാസം 10-ാം തീയതി തൊട്ട് 92 ഡിസംബർ 6-ന് ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്നത് വരെയുള്ള ഒരു ചരിത്രഘട്ടം. രണ്ടാമത്തേത് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട ഡിസംബർ 6 മുതൽ ഇന്ന് വരെ ഞാൻ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഈ സമയം വരെ മുസ്ലിം ലീഗ് നേതാക്കന്മാർ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം കാണിക്കുന്ന ഒരു രാഷ്ട്രീയ ഘട്ടം. ഈ രണ്ട് ഘട്ടങ്ങളുണ്ട്. എന്താണ് 1992-ന് മുൻപുള്ള മുസ്ലിം ലീഗിന്റെ ചരിത്രം? അത് സമുദായത്തിന് വേണ്ടി ശബ്ദിക്കുന്ന മുസ്ലിം ലീഗ്, സമുദായ വിഷയങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ മുസ്ലിം ലീഗ്. ഞങ്ങൾ നിഷേധിക്കുന്നില്ല. നമുക്കറിയാം, ഒരുപാട് നേതാക്കന്മാരെ സംഭാവന ചെയ്ത മുസ്ലിം ലീഗ് ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ കൃത്യമായി പരിശോധിച്ചാൽ നമ്മെ ആവേശം കൊള്ളിക്കുന്ന ഒരുപാട് ഇടപെടലുകൾ മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. എന്റെ കുട്ടിക്കാലത്താണ്, എന്റെ ചെറുപ്പകാലത്താണ് ഇസ്ലാമിക ശരീഅത്തുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാകുന്നത്. ഷാബാനു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിൽ മുത്തല്ലഖാത്തി മത്താഉൻ ബിൽ മഅറൂഫി ഹഖ്ഖൻ അലൽ മുത്തഖീൻ എന്ന വിശുദ്ധ ഖുർആനിലെ പവിത്രമായ ഒരു ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി പ്രസ്തുത ഷാബാനു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അഭിപ്രായം ഇന്ത്യൻ പാർലമെന്റിനോട് പറഞ്ഞു. എന്തായിരുന്നു അഭിപ്രായം? ഇന്ത്യയിലെ വിവിധ മതങ്ങൾ അധിവസിക്കുന്ന ഇന്ത്യയിൽ എല്ലാ ഇന്ത്യക്കാർക്കും ഒരു പൊതു നിയമം കൊണ്ടുവരണം. ഇന്ത്യയിലെ മുസ്ലിംകൾ മുഹമ്മദൻ ലോ എന്ന ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുന്നവരാണ്. ആ ഇസ്ലാമിക ശരീഅത്തിന് പകരം ഒരു പൊതു നിയമം ഇവിടെ കൊണ്ടുവരണം എന്ന് ഇന്ത്യൻ പാർലമെന്റിനോട് പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. ആ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പാർലമെന്റിൽ ചർച്ച നടക്കുകയാണ്. ആ ചർച്ചയിൽ പ്രിയമുള്ളവരെ, ഇന്ത്യൻ പാർലമെന്റിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ MP-മാർ സാക്ഷാൽ EMS അടക്കമുള്ള ഏലംകുളം മനക്കഴക്കൽ ബ്രഹ്മശ്രീ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാക്ഷാൽ ആചാര്യൻ EMS അടക്കം അന്ന് ഇസ്ലാമിക ശരീഅത്തിനെതിരെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് ലേഖന പരമ്പരകൾ തീർത്തു. 4 ഇഷ്ടം പോലെ പെണ്ണ് കെട്ടാനുള്ള ഒരു നിയമമാണ് ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറഞ്ഞുകൊണ്ട് മുളേറ്റമാണ്, കാടത്തമാണ്, അത് പ്രാകൃതമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയം ഇന്ത്യയിൽ ആകമാനം ഇസ്ലാമിക ശരീഅത്തിനെതിരെയുള്ള ശക്തമായ കൊടുങ്കാറ്റ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭം കോൺഗ്രസ് എന്ന മതേതര പാർട്ടിയിലെ പ്രമുഖ MP-മാർ പോലും മുസ്ലിം MP-മാർ പോലും അന്ന് ഇസ്ലാമിക ശരീഅത്തിനെതിരായി ഇന്ത്യൻ പാർലമെന്റിൽ ഏക സിവിൽ കോഡ് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭം. ആ സന്ദർഭം ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ.
ഭൂരിപക്ഷമില്ലാത്ത കേവലം 2 പ്രതിനിധികൾ മാത്രമുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഭിവന്ദ്യനായ മെഹബൂബ് മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സയ്യിദ് സാഹിബ് ഇന്ത്യൻ പാർലമെന്റിൽ പ്രസ്തുത ശരീഅത്ത് ഏക സിവിൽ കോഡ് വിവാദ സന്ദർഭത്തിൽ അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ വിശുദ്ധ ഖുർആനും ഇന്ത്യൻ ഭരണഘടനയും ഉണ്ടായിരുന്നു. അദ്ദേഹം ഖുർആൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആദ്യം ഇന്ത്യൻ പാർലമെന്റിനെ അഭിസംബോധനം ചെയ്തുകൊണ്ട് പറഞ്ഞത്, ഞങ്ങൾക്ക് അഥവാ മുസ്ലിംകൾക്ക് ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് ഖുർആൻ അനുസരിച്ച് മാത്രമേ ജീവിക്കാൻ കഴിയൂ. ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. ആ ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് ജീവിക്കാൻ പറ്റാത്ത ചുറ്റുപാടാണ് ഇപ്പോൾ ഇവിടെ രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ കയ്യിലുള്ള ഭരണഘടന ഞങ്ങൾക്ക് ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം വകവെച്ചു തരുന്നുണ്ട്. ഇപ്പോൾ ഭരണഘടനയിലെ ഇത്തരം ഞങ്ങൾക്ക് അനുകൂലമായ നിയമങ്ങളെ ഭേദഗതി ചെയ്തുകൊണ്ട് ഒരു പൊതു നിയമം നടപ്പിലാക്കാനാണ് ഇന്ത്യൻ പാർലമെന്റ് ചർച്ച നടക്കുന്നത്. ഈ ചർച്ചയിൽ നിന്നും പാർലമെന്റ് പിന്തിരിയണം. എന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഈ ചർച്ചയിൽ നിന്ന് പിന്തിരിയണം. അതല്ല, എന്റെ അഭ്യർത്ഥന മാനിക്കാതെ നിങ്ങൾ ഏക സിവിൽ കോഡ് നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഇന്ത്യയുടെ പവിത്രമായ പാർലമെന്റിന്റെ അകത്ത് വിശുദ്ധ ഖുർആനും ഇന്ത്യൻ ഭരണഘടനയും മാറോട് ചേർത്ത് പിടിച്ച് ഞാൻ ഇവിടെ കിടന്ന് പിടഞ്ഞു മരിക്കും. അന്ന് ഇന്ത്യൻ ജനാധിപത്യം അസ്തമിക്കുമെന്ന് പാർലമെന്റിന്റെ കരിങ്കൽ വ്യക്തികളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഒന്നിനായ മെഹബൂബ് മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സയ്യിദ് സാഹിബ് പ്രഖ്യാപിച്ചത് കേവലം മലബാറിലെ മുസ്ലിംകളുടെ രാഷ്ട്രീയമായ നിലനിൽപ്പിന് വേണ്ടി മാത്രമായിരുന്നില്ല. ഇന്ത്യയിലെ 20 കോടി മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ അവകാശ പോരാട്ടത്തിന്റെ ശബ്ദമായിരുന്നു അങ്ങ് സയ്യിദ് സാഹിബ് അങ്ങ് പാർലമെന്റിൽ നടത്തിയത്. നമുക്കറിയാം, പരിശുദ്ധമായ പ്രവാചക തിരുമേനിയെ മ്ലേച്ഛമാക്കി ചിത്രീകരിച്ചുകൊണ്ട് സൽമാൻ റസ്ദിയുടെ സാത്താനിക് വേഴ്സസ് എന്ന പൈശാചിക വചനം എന്ന ഗ്രന്ഥം ലോകത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടു. പ്രസ്തുത പുസ്തകം ഇന്ത്യ രാജ്യത്ത് മുസ്ലിംകളുടെ വികാര താല്പര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിരോധിച്ചു. പ്രസ്തുത പുസ്തകം നിരോധനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ആ പുസ്തകം ഇന്ത്യ രാജ്യത്ത് പ്രസിദ്ധീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകന്മാരൊക്കെ തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുന്ന സമയം, ആ സമയത്ത് ഒന്നിനായ ഗുലാം മഹമ്മൂദ് ബനാത്ത് ബാല സാഹിബിന്റെ കൃത്യമായ അവസരോചിതമായ ഇടപെടലായിരുന്നു ഇന്ത്യയിൽ ആ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത്. ബി പോക്കർ സാഹിബ് എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ അഭിമന്യനായ പ്രതിനിധിയാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് ചർച്ച ഇന്ത്യൻ പാർലമെന്റിൽ നടക്കുമ്പോൾ ആ സ്പെഷ്യൽ മാരേജ് ആക്ട് ഇന്ത്യയിലെ മുസ്ലിംകൾ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പാർലമെന്റിൽ രംഗത്ത് വരുന്നത്. ഞാനിത് പറഞ്ഞത് 92-ന് മുൻപുള്ള മുസ്ലിം ലീഗിന്റെ പാർലമെന്റ് അംഗങ്ങൾ വളരെ കൃത്യവും വ്യക്തവുമായി ഇന്ത്യയിലെ 20 കോടി മുസ്ലിം സമൂഹത്തിന്റെ കണ്ണീരൊപ്പാൻ അവരുടെ പ്രയാസങ്ങൾക്കൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായി നമുക്ക് കാണാനായിരുന്നു. 1992 ഞാൻ ചോദിക്കട്ടെ, 92-ന് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു. ആ തകർച്ചയ്ക്ക് ശേഷം മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് ദേശീയാടിസ്ഥാനത്തിൽ ശ്രദ്ധേയമായ ഇത്തരം പല സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒന്ന് പറയും, ലീഗുകാർ ഞങ്ങൾ സമുദായത്തിന് വേണ്ടി നിൽക്കുന്ന പാർട്ടി എന്ന ലീഗ് പറയുന്നത്. അത് 92-ൽ വൺസ് അപ്പോൺ എ ടൈം ദേർ വാസ് എ കിങ് എന്നൊക്കെ പണ്ട് നമ്മൾ സ്റ്റോറി ഡെവലപ്പ് ചെയ്യുമ്പോൾ പറയാറുണ്ടായിരുന്നു. പണ്ടൊരു കാലത്ത് പണ്ടൊരു സ്ഥലത്ത് രാജാവ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായി മുസ്ലിം ലീഗ് മാറി. മുസ്ലിം സമുദായത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി പണ്ട് കാലത്ത് ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിനിധാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പണ്ടത്തെ മുസ്ലിം ലീഗ്. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒന്ന് ഈ ശബ്ദം ശ്രമിക്കുന്ന മുസ്ലിം ലീഗിനെ സ്നേഹിക്കുന്ന കാരണവന്മാരുണ്ടല്ലോ, ആ കാരണവന്മാരോട് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചോദിക്കുന്നു, സയ്യിദ് സാഹിബിനെ പോലെ, ബനാത്ത് ബാല സാഹിബിനെ പോലെ, പോക്കർ സാഹിബിനെ പോലെ, ഖായിദ മില്ലത്തിനെ പോലെ, സിഎച്ചിനെ പോലെ ഏതെങ്കിലും ഒരു നേതാവ്, ഇന്ന് ഹയാത്തിലുള്ള ഒരു നേതാവ് ഒന്ന് ഇടപെട്ടതായി നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും? ഇത് ലീഗരോട് ചോദിക്കുമ്പോൾ ലീഗർ പറയാൻ അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, 92-ന് ദേശീയ മുസ്ലിം ലീഗിന്റെ പദവി ഈ അഹമ്മദ് സാഹിബ് ഏറ്റെടുത്ത അന്ന് തൊട്ട്, മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ നേതാവ് പദവി ഈ അഹമ്മദ് സാഹിബ് ഏറ്റെടുത്തു. അദ്ദേഹം പാർലമെന്റിലെത്തിയ അന്ന് തൊട്ട് ഇന്ന് വരെ ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ മുസ്ലിങ്ങൾക്ക് നേരെ വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ മുസ്ലിം ലീഗ് ഇടപെട്ടു? ഇത് ചോദിക്കുമ്പോൾ ലീഗ് പറയുന്നത് എന്താ? ഇവിടെ അങ്ങനത്തെ പ്രശ്നമില്ല. ഇല്ലേ, ഒന്ന്, ബാബരി മസ്ജിദ് തകർത്ത പ്രതികളെ ഇന്ത്യയുടെ പാർലമെന്റിൽ ചൂണ്ടിക്കാണിച്ചു. ആര്? SDPയുടെ നേതാക്കളല്ല. കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ച ലിബ്രഹാൻ കമ്മീഷൻ നീണ്ട 10-17 വർഷക്കാലത്തെ പഠനത്തിനൊടുവിലാണ് 17 വർഷത്തെ പഠനത്തിനൊടുവിലാണ് ലിബ്രഹാൻ എന്ന എൻക്വയറി കമ്മീഷൻ കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുന്നത്. ആ റിപ്പോർട്ടിൽ 64 ആളുകളുടെ പേരുകൾ എടുത്തു പറഞ്ഞു. 64 ആളുകൾ? അശോക് സിംഗാളുണ്ട്, പ്രവീൺ തൊഗാഡിയുണ്ട്, മുരളി മനോഹർ ജോഷിയുണ്ട്, ഈയിടെ മരണപ്പെട്ടു പോയ ബാൽ താക്കറെയുണ്ട്, ഉമാ ഭാരതിയുണ്ട്.
അങ്ങനെ ലാൽ കൃഷ്ണ അദ്വാനിയും അടൽ ബിഹാരി വാജ്പേയി അടക്കമുള്ള RSSന്റെയും BJPയുടെയും വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ബജ്രംഗ് ദളിന്റെയും ഇന്ത്യയിലെ ആത്യന്തിക വർഗീയ ശക്തികളുടെ സകല നേതാക്കന്മാരുടെ ദേശീയ നേതാക്കന്മാരുടെ പേരുകൾ പ്രസ്തുത റിപ്പോർട്ടിലുണ്ടായിരുന്നു. റിപ്പോർട്ട് പാർലമെന്റ് ചർച്ച ചെയ്തപ്പോൾ അഹമ്മദ് സാഹിബ് ഉണ്ടായിരുന്നു, ലിറ്റി ബോഷീർ സാഹിബ് ഉണ്ട്. ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒന്ന് സേഠ് സാഹിബും ബനാത്ത് ബാല സാഹിബൊക്കെ പറഞ്ഞിരുന്നത് പോലെ ബാബരി മസ്ജിദ് തകർത്തത് കേവലം മുസ്ലിങ്ങൾക്ക് മാത്രമുണ്ടായ നഷ്ടമല്ല, ഇന്ത്യയുടെ മതേതര പ്രതിച്ഛായക്കുണ്ടായ വലിയൊരു ദുരന്തമാണത്. ആ മതേതര പ്രതിച്ഛായ തകർത്തിട്ടുള്ള ഈ ക്രിമിനലുകളെ വിബ്രഹാം കമ്മീഷൻ കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിൽ അവരെ അറസ്റ്റ് ചെയ്യണം, നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം എന്ന് പറയാൻ മുസ്ലിം ലീഗ് ഉണ്ടാകും. ഇല്ലല്ലോ, മുസ്ലിം ലീഗ് പറഞ്ഞില്ല. ഞാൻ ഈ പറയുന്നത് കറവല്ല ലീഗുകാരെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ തീവ്രവാദി ഭീകരവാദികളായിരുന്നു കുഴപ്പമില്ല, ഞങ്ങൾക്ക് കേട്ടില്ലെങ്കിൽ പൂർത്തിയറാ. നിങ്ങൾ പറഞ്ഞു തീവ്രവാദി, നിങ്ങൾ 4 തീവ്രവാദം പറഞ്ഞാൽ ഞങ്ങൾ റബ്ബർ ബന്ദ് പോലെ. ഞങ്ങൾ റബ്ബർ ബന്ധിനൊരു പ്രത്യേകത ഉണ്ട്, അത് താഴോട്ടടിച്ചാൽ 10 മടങ്ങ് ശക്തിയോട് മുകളിലേക്ക് ഉയർന്നു വരുന്നത് പോലെ ഞങ്ങളുടെ ഒരു പാർട്ടി പ്രവർത്തനത്തിന് വല തടസ്സവും സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ ഇത് റബ്ബർ ബന്ദ് പോലെ മുന്നോട്ട് ഉയർന്നു വരും. അതപ്പോൾ അവിടെ കണ്ടത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കണ്ടു ഏതെങ്കിലും ലീഗുകാരന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? അഹമ്മദ് സാഹിബ്, ET മുഹമ്മദ് ബഷീർ സാഹിബ്, PV അബ്ദുൽ വഹാബ് പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സമുദായത്തിന്റെ ഇന്ന വിഷയത്തിൽ ഇടപെട്ടു എന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? അന്ന് ഞാൻ ഈ ഏർപ്പാട് നിർത്തിയിട്ട് ലീഗിനൊക്കെ നിൽക്കാം. മോശപ്പെട്ട ഒരു പണി പേദ അള്ളാന്റെ ദുന്യാവിനെന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗിന് വേണ്ടി പ്രവർത്തിക്കുക, CPM വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള ചില പരിപാടികളാണ് ഞാൻ കാണുന്നത്. അത് ഞാൻ ചെയ്തോളാം. കാണിക്കാൻ കഴിയും നിങ്ങൾക്ക്? ഇല്ല. അപ്പൊ പഴയ നേതാക്കന്മാരുണ്ടാക്കിയ ഒരു മുസ്ലിം ഒരു മുഹബത്തുണ്ട്, അതിനെ ചൂഷണം ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ നേതാക്കന്മാര് തൊപ്പിയും തെരഞ്ഞെടുപ്പ് കൊണ്ട് വരുമ്പോൾ തൊപ്പിയിടും, വലിയ വലിയ ആളുകളായിട്ട് വന്നിട്ട് സമുദായം പറയാം. നിങ്ങൾക്കറിയോ, അഹമ്മദ് സാഹിബ് കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഒരു പൊതുയോഗം നടത്തി. ആ പൊതുയോഗത്തിൽ വന്നുകൊണ്ട് അഹമ്മദ് സാഹിബ് എന്റെ സമുദായം എന്ന് പറഞ്ഞിട്ട് മൂപ്പരിങ്ങനെ ശബ്ദിക്കുക. എന്തൂരോ ചിലയാൾ പറഞ്ഞത് എന്റെ സമുദായം. ഒരു SDPക്കാരനോ PDPക്കാരനോ ഏതെങ്കിലും ഒരു പൊതുയോഗത്തിന് സമുദായ വിഷയം പറയുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം പാർട്ടിക്ക് പാർലമെന്റിൽ പ്രാതിനിധ്യമില്ല എന്ന്. അഹമ്മദ് സാഹിബിന്റെ പൊതുയോഗത്തിൽ പറയുന്ന ആളുകളല്ല യൂത്ത് ലീഗുകാരാ, പാർലമെന്റിലായിട്ട് നാശം കൊണ്ടുപോയി. എന്താ സമുദായത്തിന്റെ സ്ഥിതി? 1600 ആളുകളിൽ നിന്ന് മുസ്ലിം സമുദായം, ബാക്കിയുള്ള ദളിതുകളൊക്കെ ദാസേട്ട തിരിച്ചപ്പോൾ ദളിതുകളെ കാര്യം അല്ലാതെ ഞാൻ ഇപ്പൊ പറയണേ എവിടെ മറ്റൊരാ പറ്റുന്നത്. അപ്പോ നിങ്ങൾ ആലോചിക്കുക, 1600ഓളം വരുന്ന മുസ്ലിം യുവാക്കൾ അഭ്യസ്തവിദ്യരായ മുസ്ലിം യുവാക്കൾ ജയിലിൽ കഴിയാൻ എന്താ കാരണം? UAP ആണ്. ഇപ്പൊ കണ്ടല്ലോ, മദനിയുടെ കാര്യത്തിൽ സഫായിട്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ നേരെ പോവാ ബാംഗ്ലൂരിൽ. എന്താ പോകുന്നത്? അവിടെ പോയിട്ട് മദനിക്ക് സുഖാണെങ്കിലും മരുന്ന് കൃത്യമായിട്ട് കുടിക്കുന്നുണ്ടോ, എന്താ ഇപ്പൊ സ്ഥിതി എന്നൊക്കെ ചോദിച്ചു വന്നിട്ട് അതിന്റെ കാര്യം പരമദയനീയം പത്രക്കാരോട് കൊണ്ട് പറയാം. ഇതെന്താണെന്നറിയാം, നിങ്ങൾക്ക് എല്ലാവരും മദനിയുടെ കാര്യത്തിൽ ജാമ്യം എടുക്കും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മദനിയുടെ കാര്യത്തിൽ ജാമ്യം എടുക്കും. മദനിയുടെ ജീവനം അപകടത്തിലാണ്. വളരെ കൃത്യമായി അദ്ദേഹത്തിന് ഗുരുതരമായ രോഗം ബാധിച്ചു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിൽപ്പെട്ടാൽ പിടിച്ചുകൊടുത്ത CPM കുടുങ്ങും. അല്ലെ, എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, CPM പ്രതിസ്ഥാനത്ത് നിൽക്കും. ഇല്ലാത്ത തീവ്രവാദവും ഭീകരവാദവും പറഞ്ഞിട്ട് അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി വേറെയായി എന്നുള്ളത് ഒരു കാര്യമാണ്. അതിന്റെ പേരിൽ മുസ്ലിം ലീഗും അദ്ദേഹത്തെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. അവരും പ്രതിസ്ഥാനത്ത് നിൽക്കും, സമുദായം ചോദ്യം ചെയ്യും, എന്റെ നിങ്ങൾ ഇടപെടാഞ്ഞെന്ന് ചോദിക്കും. അപ്പം ചെയ്തു, ഞങ്ങളും ചെയ്തു കാര്യങ്ങൾ, ഞങ്ങളും മദനിയെ പോയി കണ്ട് സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ച് പോന്നു എന്ന് വരുത്തി തീർക്കാൻ ചില നാടകങ്ങളാണ് മുസ്ലിം ലീഗും CPIM നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ചങ്കുറ്റെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്താ? മദനിയെ ജയിലിൽ ഈ രീതിയിൽ പിടിച്ചിടാനുള്ള ഒരു നിയമമുണ്ട് രാജ്യത്ത്, അത് UAPA. അതാ UAPA. ആ UAPA എന്ന് പറയുന്ന കരിനിയമം ഇന്ത്യ രാജ്യത്ത് പിൻവലിക്കണമെന്ന് പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന് ചോദിക്കാൻ ET മുഹമ്മദ് ബഷീറിന് ചങ്കൂറ്റമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഒരു മദനി മാത്രമല്ല, 1600 മുസ്ലിം യുവാക്കളാണ് ഇന്ത്യയിലെ വിവിധ ജയിലുകളിൽ. എന്തിനാ കഴിയുന്നത്? സ്ഫോടനത്തിന്റെ പേരിലാണ് പിടിച്ചിട്ടുണ്ട്. ആരാ സ്ഫോടനം നടത്തിയത്? ഇന്ത്യ രാജ്യത്ത് സ്ഫോടനം നടത്തിയത് ആരാണ്? മുസ്ലിം ലീഗുകാരാ. നിങ്ങൾ ഈ പറയുന്ന തീവ്രവാദികളല്ല, മുസ്ലിങ്ങളല്ല. നിങ്ങൾ പറയാറുണ്ടല്ലോ തീവ്രവാദം മുസ്ലിം സമുദായത്തിന് അപകടമാണ്. ആരാണ് രാജ്യത്തിനെതിരായ സ്ഫോടനങ്ങൾ നടത്തിയത്? സ്വാമി അസീമാനന്ദന്റെ ഏറ്റവും ജദീദായ കൗലനുസരിച്ച് അയാൾ വ്യക്തമാക്കിയിട്ടുള്ള ഇന്ത്യയിലെ സകല സ്ഫോടനത്തിന്റെ പിന്നിലും അവരാണ്. അല്ലേ? സ്വാമി അസീമാനന്ദൻ അറിയോ ലീഗർക്ക്? അവർക്ക് ഈ അബ്ദുൽ നാസർ മദനിയും ഇവിടുത്തെ ചില SDPക്കാർ അറിയാമെന്നല്ലാതെ സ്വാമി അസീമാനന്ദൻ ഇന്ത്യ രാജ്യത്തിലെ മറ്റു കാര്യങ്ങളെ കുറിച്ച് അവർക്ക്
ഇതാണ് ദുനിയാവ് എന്ന് പറയുന്ന നടക്കുക. ഇന്ത്യ എന്ന് പറയുന്ന വിശാലമായ മതേതര രാജ്യത്തെക്കുറിച്ച്, അതിലെ ജനങ്ങളുടെ അനുഭവിക്കുന്ന പ്രയാസത്തെക്കുറിച്ച് പല കാഴ്ചപ്പാടും അവർക്കുണ്ട്. ഞാൻ ചോദിക്കട്ടെ, 1600 മുസ്ലിം യുവാക്കൾ ജയിലിലാണ്. മുസ്ലിം സമുദായത്തിന് എപ്പോഴെങ്കിലും ഒരു ദിവസം ഉറക്കം വരാതിരുന്നിട്ടുണ്ട്? മുസ്ലിം ലീഗിന് ഉറക്കം വരാതിരുന്നിട്ടുണ്ട്? ഇന്ത്യ രാജ്യത്തെ എന്റെ സമുദായത്തിന്റെ കഥ ആലോചിച്ചിട്ട് അഹമ്മദ് സാഹിബിന് ഉറക്കം വരാതിരുന്നിട്ടുണ്ട്? പാണക്കാട്ടെ തങ്ങൾക്ക് ഉറക്കം വരാതിരുന്നിട്ടുണ്ട്? ഞാൻ ചോദിക്കട്ടെ, സമുദായത്തിന്റെ സൗകര്യങ്ങളിൽ സൗകര്യമായി സുഖിക്കുന്ന നേതാക്കന്മാരോട് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എപ്പോഴെങ്കിലും ഈ സമുദായത്തെക്കുറിച്ച് നിങ്ങൾ ഓർത്തിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കുറിച്ച് ഓർത്തിട്ടുണ്ടെങ്കിൽ ഉറക്കം വരില്ല. ഞങ്ങൾക്ക് ഉറക്കം കിട്ടാത്ത ഒരുപാട് നാളുകൾ ഉണ്ടായിട്ടുണ്ട്. അത് പോലീസിനെ പേടിച്ചിട്ടൊന്നല്ല, ഈ രാജ്യത്തെ പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങളെ ഓർത്തിട്ട് വേദനിക്കുന്ന ഒരു മനസ്സ് ഞങ്ങൾക്കുണ്ട്. എന്നാൽ ലീഗിനെ കിട്ടണം, അവർ കെടുക്കട്ടെ എന്ന അഭിപ്രായം. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ആത്മാർത്ഥത മദനിയുടെ കാര്യത്തിൽ മുസ്ലിം ലീഗിനുണ്ടെങ്കിൽ പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്നിട്ട് പറയണം, UAPA കരി നിയമമാണ്, പിൻവലിക്കണം. മാലേഗാവില്, സംജോത എക്സ്പ്രസില്, അജ്മീർ ദർഗയില്, നന്ദേഡില് തുടങ്ങി ഹൈദരാബാദിലെ മക്ക മസ്ജിദില്, ചാന്ദിനി ചൗക്കില്, അതുപോലെ തന്നെ നമുക്കറിയാം ലുംബിനി പാർക്ക് തുടങ്ങി ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ജനസാന്ദ്രത കൂടിയ പ്രദേശങ്ങളിൽ ബോംബ് വെച്ച് കൊല്ലുക. ആരെ കൊല്ലുന്നത്? മുസ്ലിങ്ങളെ മാത്രമല്ല, പള്ളിക്കകത്ത് ബോംബ് വെച്ച് മുസ്ലിങ്ങളെ കൊല്ലുന്നു. സംജോത എക്സ്പ്രസിൽ യാത്ര ചെയ്യുന്ന മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും അടങ്ങുന്ന ഇന്ത്യൻ പൗരന്മാരെ ബോംബ് വെച്ച് കൊല്ലുന്നു. നന്ദേഡിൽ അവര് ബോംബ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൽ സ്ഫോടനം നടന്നുകൊണ്ട്, കൈപ്പിഴവ് സംഭവിച്ച് സ്ഫോടനം നടന്നുകൊണ്ട് അവിടെ വെച്ച് RSSകാർ മരിക്കുന്നു. ഇതിവിടെ നടക്കില്ല. ഇതാണ് ഞങ്ങൾ ചെയ്തത് എന്ന് വളരെ കൃത്യമായി പോലീസ് ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തുന്നു. പ്രതിയായി പിടിക്കപ്പെട്ട ആൾ വളരെ കൃത്യമായി മണിയായിട്ട് കാര്യങ്ങൾ പറയണം. ഇല്ലേ? അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ആത്മാർത്ഥത ഈ സമുദായത്തോട് ലീഗിനുണ്ട് എന്ന് പറയുന്നുവെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട ഉന്മപങ്കന്മാരെ, ലീഗിന് വോട്ട് ചെയ്യുന്ന ഈ നാട്ടിലെ ഈ പൊതുയോഗം ശ്രദ്ധിക്കുന്ന സഹോദരിമാരെ, ഞങ്ങൾ സ്നേഹത്തോടെ ചോദിക്കുന്നു, നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ സമുദായ സുരക്ഷിതത്വമാണ് ലീഗിനെ വോട്ട് ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് എങ്കിൽ എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ അവിടെ പോയിട്ട് സമുദായത്തിന്റെ വിഷയം പറയുന്നില്ല? ബാബരി മസ്ജിദ് കുറിച്ച് സംഭവം ഒരു മിണ്ടിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലീഗിന് ബാബരി മസ്ജിദ് ഒരു പ്രശ്നമല്ല. ഞങ്ങൾ വൃദ്ധരാഷ്ട്രമാരാ. ഞങ്ങളുടെ പ്രവർത്തകരിൽ മുസ്ലിം സഹോദരന്മാര് മദ്രസയും പള്ളി നടത്തുന്ന കൂട്ടത്തിലുണ്ട്. അവർ വളരെ കൃത്യമായി മതചിട്ടയനുസരിച്ച് ജീവിക്കുന്നവരുണ്ട്. ഞങ്ങളുടെ ഹൈന്ദവ മതവിശ്വാസികൾ അവരുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് ജീവിക്കുന്നു. അവരുടെ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ പരിപാലനവുമായി ബന്ധപ്പെട്ട് അവർ ചെയ്യുന്നു. സാംകുട്ടി ജേക്കബ് ഞങ്ങളുടെ പാർട്ടിയുടെ ദേശീയ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. ഒരു ക്രിസ്ത്യ മതവിഭാഗത്തിൽപ്പെട്ട ആളാണ്. അയാളുടെ മതവിശ്വാസം അനുസരിച്ച് അയാൾ ജീവിക്കുന്നു. പക്ഷേ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, മുസ്ലിം ലീഗ് മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രമേ. എന്നാൽ ലീഗുകാർ അൽബക്കറ സൂറത്തൊന്ന് മറിച്ചു വിട്ടുന്നത് നല്ലതാണ്. അൽബക്കറ സൂറത്തിന്റെ മധ്യഭാഗത്തായി വളരെ കൃത്യമായി വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഒരു ആയത്തിലൂടെ വിശ്വാസിയോട് പറയുന്നത്, ലീഗുകാരോട് മാത്രമല്ല. ലീഗുകാർ ആ ഗണത്തിലാണല്ലോ, വിശ്വാസിയോട് കൂട്ടുന്നത്. എന്താ പറയുന്നത്? അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ അവന്റെ പരിശുദ്ധമായ നാമം സ്മരിക്കപ്പെടുന്നതിനെ തൊട്ട് തടയുകയും അതിന്റെ നാശത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനേക്കാൾ വലിയ അക്രമി ആരാണ്? ഖുർആൻ ചോദിക്കുക. എന്നുവെച്ചാൽ അള്ളാഹു നമ്മളോട് ചോദിക്കുക, വിശ്വാസികളോട് ചോദിക്കുന്നു, അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ അവന്റെ നാമം സ്മരിക്കപ്പെടുന്നതിനെ തൊട്ട് തടയുക, അതിന്റെ നാശത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അങ്ങനെ ചെയ്യുന്നവരെക്കാൾ വലിയ അക്രമി ദുനിയാവിൽ ആരാണ്? വളരെ കൃത്യമായി ആലോചിക്കണം. വാലിമ് എന്ന പദമല്ല വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പ്രയോഗിച്ചത്, അവ്ലം എന്നാണ്. അറബി വ്യാകരണം അറിയുന്ന മുൻഷിമാരുണ്ടാവുമല്ലോ മുസ്ലിം ലീഗിൽ, അവരോട് ചോദിച്ചാൽ മുൻഷിയർക്ക് ചിലപ്പോൾ അത്ര തന്നെ അല്ല ഇതിനുള്ള വിഷയം ഉണ്ടായിക്കോളുന്നില്ല. ഈ അഫ്ലദിലമൊക്കെ കഴിഞ്ഞ കുട്ടികളുണ്ടാവില്ല, അവരോടൊന്ന് ചോദിച്ചു നോക്കിയാൽ മതി അവ്ലം എന്നതിന്റെ അർത്ഥം എന്താണ്. സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ഏറ്റവും വലിയ അക്രമി. വിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ അക്രമി എന്ന് ചൂണ്ടിക്കാണിച്ചത് പള്ളി പൊളിക്കുന്നവരെയും തകർക്കുന്നവരെയും കുറിച്ചാണ്. ഇന്ന് ഈ അക്രമിയെ ഇന്ത്യ രാജ്യത്തെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണ്ടേ? അത് കാണിച്ചു കൊടുക്കാൻ ഇന്ത്യൻ പാർലമെന്റിൽ മതപരമായ ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പാർട്ടിന്റെ പേരെന്താ? മുസ്ലിം ലീഗ്. അങ്ങനെ മതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി. ആ പാർട്ടി അവിടെ ഉത്തരവാദിത്തം നിർവഹിച്ചോ? നിർവഹിച്ചില്ല. മുസ്ലിം സഹോദരന്മാർ ഇന്ത്യ രാജ്യത്ത് പീഡിപ്പിക്കപ്പെടുമ്പോ ഇടപെട്ടോ? ഇടപെടുന്നില്ല. പിന്നെ നാട്ടിൽ വന്നിട്ട് സമുദായം പറയാ. നിങ്ങൾ പറയും തെരഞ്ഞെടുപ്പാണ് വരുന്നത്, തെരഞ്ഞെടുപ്പ് വരുന്നു എന്ന് മാത്രമല്ല, മുസ്ലിം ലീഗ് മത്സരിക്കാൻ സാധ്യതയുള്ള മുസ്ലിം ലീഗ് മത്സരിക്കുന്ന അവരുടെ മണ്ഡലങ്ങളിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അവരുടെ ഉറക്കം കെടുത്തി. ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ പറയും.
ജനം വോട്ട് തരാതിരിക്കട്ടെ, നിങ്ങൾ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന വസ്തുക്കളൊക്കെ നിങ്ങൾ പറയും. ഇതാണ് ഇന്നതൊക്കെ. ഇപ്പൊ ആളുകൾ പണ്ടത്തെ മാതിരിയൊന്നല്ല. ഇപ്പൊ TV കാണുന്നുണ്ട്, ചന്ദ്രിക പേപ്പർ മാത്രം വായിക്കുന്നവരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട, മറ്റു പത്രങ്ങളും വായിക്കുന്നുണ്ട്. അതല്ലേ നമുക്ക് കാണാൻ സാധിച്ചത്. കുറ്റിപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ പൊന്നോപുരം കോട്ടയാണ് കുറ്റിപ്പുറം എന്ന് പറയുന്നത്. ചാക്കിരി അഹമ്മദ് സാഹിബും അതുപോലെ കൊരമ്പയിൽ അഹമ്മദ് ആയിട്ട് അവിടുന്ന് 30,000 വോട്ടിന് ജയിച്ചു വന്നത്. അന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ വേണ്ടി ഇറങ്ങിയ ഒരാളാണ് ഞാൻ. കുഞ്ഞാലിക്കുട്ടി തോറ്റു, അയാൾ പിന്നിലാണ്, ജലീൽ മുന്നിടുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പ് തരുന്നില്ല. ഇത് വേറെ എവിടുന്നോ ഒരു ശബ്ദം വരുന്ന മാതിരി നമുക്ക് തോന്നിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അവിടെ അല്ലേ തോറ്റത്? 7,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അയാൾ കുഞ്ഞാലിക്കുട്ടി, ഇവരുടെ പുലിക്കുട്ടി തോറ്റത്. എന്താ തോൽക്കാൻ കാരണം? അവിടുത്തെ ജനങ്ങൾ തീരുമാനിച്ചു ഈ ചെങ്ങായി വീണ്ടും ജയിച്ചിട്ടുണ്ടാകും, ഇതിനെക്കാട്ടും വലിയ അപകടം ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയപ്പോൾ ജനം ഒരു ട്രീറ്റ്മെന്റ് കൊടുത്ത, ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ്. അപ്പൊ ജനങ്ങൾ എന്ന് പറയുന്നത് മുസ്ലിം ലീഗും കോണിച്ചിഹ്നവും കണ്ട അപ്പടി അതിന്റെ പിന്നാലെ അല്ലെങ്കിൽ അതിലാണ്ട് കമിഴ്ന്നു വീഴുന്ന കാലൊക്കെ മാറിയിട്ടുണ്ട്. അതാണ് നമുക്ക് അവരുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ നമുക്ക് പലയിടത്തും കാണാൻ കഴിയും. അപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്തേ ജയിച്ചു ചോദിച്ചാൽ CPM-നോടുള്ള വിരോധം കൂടി. CPM എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഒരു തരം ക്രിമിനൽ സംഘമായി മാറി. ആ സമൂഹത്തെ പിടിച്ചു കെട്ടാൻ ഒരു മാർഗ്ഗേ ഉള്ളൂ. അതുകൊണ്ട് UDF-നെ പിന്തുണച്ചു. അതിൽ കുറച്ച് സീറ്റ് ലീഗിന് കൂടുതൽ കിട്ടി എന്നതല്ലാതെ നിങ്ങൾ വിചാരിക്കേണ്ട ലീഗിനോടുള്ള മുഹബത്ത് കൊണ്ട് ഇതെല്ലാം കൂടി ഇവിടെ സംഭവിച്ചിരുന്നു. മുസ്ലിം സമൂഹത്തിന്റെ പൊതു